ചെറിയൊരു തോട് അവിടുത്തെ മഴക്കാല നിറഞ്ഞു പോവും. അവിടുത്തെ ലെഫ്റ്റാ റൈറ്റാടാ? സ്ട്രെയിറ്റോ? പനനൊങ്ക് വെട്ടാനുള്ള യാത്രയിലാണ് എല്ലാവരും. ലെഫ്റ്റാണോ? പറയണ്ടാ, വണ്ടി ഇങ്ങനെ തിരിയാത്തിരി പാടാണ് കേട്ടാ. നാട്ടും പ്രദേശത്തിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ കുറേ ബോണസുകൾ നമുക്ക് കിട്ടും. ബോണസ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇളന്തിപ്പഴത്തിൻ്റെ മര ഇത്. നമ്മുടെ അനുവാണ് നിൽക്കുന്നത്. അനുപ്പോൾ ഇത് അനുവൊന്ന് കുരിക്കുക. കായ്കൾ വീണു തുടങ്ങി. മഴ അതെ അതെ. ഇത്തിരി പച്ചയും ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ അനു എന്നാ കവറുണ്ട് ഉള്ള തല ശരിക്ക് പറ്റ കറക്റ്റ് പിടിക്കും. ചിലപ്പോൾ എല്ലാം കുലിക്കണ്ടോ, അത് പറക്കട്ടെ ഈ ഭാഗം. ഈ പനയിലുണ്ടല്ലോടാ ചെറുത്. ഈ പനയിലുണ്ട്. ഓരോ പാകമാണത്. നല്ല പോലെയാ. കണ്ട പ്രദേശത്തിൻ്റെ ഭംഗി കണ്ട. സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അപ്പം തന്നെ 1 വർഷം കൂടും. വലിക്കനാ ഒരു ശകലം കൂടി ചെറിയൊരു നാര്. അതിനടിയില് അടിയില് ഇനി തിരിക്കി അങ്ങോട്ട് തിരിക്കേ. പെട്ടു. ഒന്നും കൂടി അവനക്ക് അവിടെ നിന്ന് കാണുന്നില്ല. അവന് കാണാണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ അടിയത്തെ കൊല അതിൻ്റെ അടിയിലൊരു കൊലയുണ്ടല്ലോ മൂത്ത. കൈ താത്ത് തള്ളവരല് തള്ളവരല് പൊന്തിച്ചു പിടിക്കണം. അതെ, തള്ളവരല് ചെറുവരലൊക്കെ പൊന്തിച്ചു പിടിച്ചിട്ട് ചെത്തണം.
നോട്ടാ മൂത്തുണ്ട് നോട്ടറാ. സുൽപ്പി അലങ്കാരപ്പണികളൊക്കെ ചെയ്യണ്ട്. പന നൊങ്ക് പന നൊങ്ക് അത് വലിച്ചറിയാനോ അതിന്റെ അപ്പുറത്ത് കൊല. അത് വലിച്ചിടാൻ. ഇതാ ആ ആ ഞാൻ വലിക്കനാ. സ്റ്റോപ്പ് പറയാൻ ഇത് തോട്ടി കണ്ടിട്ട് അതേ വരാം. പന നിറച്ച് കായ പക്ഷെ മൂത്ത് പോയി. ഇപ്പം ഉണ്ടായത് ഒരു കൊല്ലം ഇട്ട് നോക്ക്, എങ്ങനെയൊന്ന് നോക്കാം. കൊല്ലം കൂടി വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാലും പ്രത്യേക രസാ. ഈ പനയിൽ തന്നെ ഒരുപാട് ടൈപ്പ് നൊങ്കുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടണത് റോട്ടിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ, അത് കുറച്ചൊരു മൂക്കിലേക്ക് കടന്ന ടൈപ്പ് ആണ് കൊണ്ടുവരിക. അവർക്ക് ചെത്താൻ ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളെ കരിക്കൊക്കെ ഇല്ലേ, കരിക്കിൽ ഇപ്പോൾ ചെന്തെങ്ങ്, നാടൻ കരിക്ക്, TND അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വെറൈറ്റി ടേസ്റ്റ് അല്ലേ. ഇതേമാതിരി ടേസ്റ്റ് വ്യത്യാസം ഈ കാണുന്ന പന, ഓരോ പനയ്ക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അത് കഴിക്കുമ്പോഴാണെന്ന് അറിയാം. ചിലത് ജ്യൂസി മാത്രമായിട്ടുള്ളതുണ്ട്, കരിക്കുമാതിരി വെള്ളം മാത്രം. പിന്നെ ഈ മൂത്തതും എന്താ പറയുക മിക്സൊക്കെ ആയിട്ടുള്ള പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇത് കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്കതൊക്കെ അറിയാൻ പറ്റുക. ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ പിന്നാലെ ഒന്ന് നടന്ന് നമ്മൾ ഈ തനത് രുചികളൊക്കെ ഒന്ന് അറിയണം. നമ്മൾ ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഇപ്പോൾ ഇവിടെ ഈ പനന്ന് ഇട്ട് തുടങ്ങി. മുറിച്ച് നമ്മുടെ മാങ്ങയുടെ അനുവാണത്. മാങ്ങയുടെ അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ലേ അനു, എന്താ പറഞ്ഞു വേർഷൻ 2 വേർഷൻ 2 അടുത്ത് 3. കത്തി അവിടെ ഉണ്ട് കേട്ടാ, അതിന് കൊണ്ട് പോയിട്ട് ഒരെണ്ണം ചെത്തറ സ്വൽപ്പിയ. അതിന് ആ ചെടിയിൽ ഇളന്തിപ്പഴം നിൽക്കുന്നുണ്ടേ, അത് പറിക്കാൻ പോയിരിക്കുക. ഇളന്തിപ്പഴം ചെറിയ മരം, അത് കയ്യെത്തും. ഇളന്തിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറി എന്ന് പറയുന്ന സംഭവമാണ്. അല്ല എന്താല്ലേ പനേന്ന് ഇപ്പം ഇട്ടുള്ളൂ നമ്മൾ, സംഭവമാണ് അത്. ഇപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് വിളിക്കാട്ടോ, നമ്മുടെ അനുവിൻ്റെ നമ്പറിൽ വിളിക്കുക. അനുവിന് ഒഴിവുള്ളപ്പോൾ അനു ഇത് കൂട്ടിക്കൊടുന്ന്, അത്രയും ഇതിനോടൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അനുവിനെ വിളിച്ചാൽ മതി. അനു കൂട്ടിക്കൊടുന്ന് ഇതൊക്കെ വെട്ടിത്തരും. പൈസ ഒന്നും ഇല്ല കേട്ടോ അതിന്, ഫ്രീ ആണ്. നമ്മുടെ നാടല്ലേ, നമുക്കത് ചെയ്യാം. എന്തൊരു ഭംഗിയല്ലേ ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നത്. ബെറിമരാണത്, ഇളന്തിപ്പഴം.
കായ എതിര് പച്ച ആ സൈഡിലാന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ സുൽഫി അനുവിൻ്റെ ജ്യേഷ്ഠൻ അനു ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അതാ പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത മരം ഇപ്പോൾ ഇവിടെയുള്ളത് വെട്ടി കഴിച്ചു കുറച്ച്. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു റൗണ്ട് കഴിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലാണ് ഇതൊക്കെ നടക്കുള്ളൂ സുൽഫിയ, സിനിമയിൽ നടക്കുള്ളൂ. ഈ പൂവിക്കോടൊക്കെ ഇങ്ങനെ ചവിട്ടി നമുക്ക് അല്ലേ ഫ്രണ്ടിൽ നടക്കുമ്പോൾ മറ്റേ അതും പറിച്ചു കൊണ്ടിട്ട് ഫ്രണ്ടിലിടണം. ഇത് ലൈവാണ്, നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുക ഇപ്പോൾ വരമ്പ് മുഴുവൻ. കണ്ട നിറയെ പൂക്കളാണ്. കൊല്ലങ്കോട് ഈ ഭാഗം ഉണ്ടല്ലോ ലൈഫിലൊരു, അതാണ് ആ കാണുന്നതാണ് നെല്ലിയാമ്പതി, ആ മലയുടെ മോൾ ഭാഗം അല്ല സുൽഫിയ? അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് നെല്ലിയാമ്പതിയുടെ താഴ്വാരത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഇവിടുന്ന് നെല്ലിയാമ്പതിൻ്റെ താഴ്വാരത്തേക്ക് ഒരു 2 കിലോമീറ്റർ ഡിഫറൻസ് തന്നെ ഉള്ളൂ അതിന് അടിയിലേക്ക് എത്താൻ. മുകളിലേക്ക് പോകണമെന്നുണ്ട് പറഞ്ഞാൽ 30 കിലോമീറ്റർ പോകണം. താഴേക്ക് 2 കിലോമീറ്ററിൻ്റെ ദൂരം പോയാൽ താഴെ. മുകളിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് നെമ്മാറ കൂടി പോത്തുണ്ടി കൂടി ആ വഴി അല്ലേ? ഇതാകുമ്പോൾ ഇതിൻ്റെ താഴ്വാരം മുകളിൽ നിന്നുള്ള ഇത് മഴക്കാലാണെങ്കിൽ ഇതൊക്കെ ചെറിയ വെള്ളച്ചാലുകൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഒഴുകുന്നത് കാണാം. അവിടെ 3-4 ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്. പലകപ്പാണ്ടി ഡാമുകൾ ഏതൊക്കെയാ? മീൻകര ഡാം, തുള്ളിയാർ ഡാം, വാളയാർ ഡാം, ഒക്കെ ഈ ഭാഗങ്ങളിൽ അല്ലേ? വെള്ളം ഇതൊക്കെ ചുള്ളിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ അനു എവിടെയോ എന്തോ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. വരവ് കണ്ടാലറിയാം അനു എന്തോ കാര്യമായിട്ട് കണ്ടുവച്ചിട്ടുള്ള വരവാണ്. മൂപ്പായ ആ പക്ഷെ മൂത്തു ആണ്. ഇപ്പോൾ സമയം ഇപ്പം തന്നെ വൈകി കഴിഞ്ഞു ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ ഇട ദിവസമൊക്കെ ഇറങ്ങണതിൻ്റെ കാര്യം ക്യാപ്പ് കിട്ടിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങും. ഒരു രസമാണ്. നമ്മൾ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്ന കാരണം കേട്ടോ. വേറെ ആൾക്കാർക്ക് ഇതൊരു ചെറിയൊരു വട്ടമായിട്ട് തോന്നും, ഇവന്മാർക്ക് വേറെ പണിയില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു പച്ചപ്പും വെള്ളവും ഇവിടുത്തെ യാത്രകളും അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ എത്തും. സുൽഫി ആരെങ്കിലുമൊക്കെ ഇത് ഇങ്ങോട്ടൊന്ന് വരണമെന്നോ ഇത് കാണണമെന്നൊക്കെ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആ നിങ്ങൾക്ക് ഇവിടെ ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ കൊല്ലങ്കോടും പരിസര പ്രദേശങ്ങളും എല്ലാം ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ഗൈഡായിട്ടൊക്കെ ഇവരെ കിട്ടും കേട്ടോ. ഇവര് നല്ല ഇളന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈമിൽ എവിടെ വേണ്ടെന്ന് വെച്ചാൽ പോയി വെട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ കാരക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് കിട്ടൂല. ആ വക സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാണാൻ രസമായിട്ടുള്ളൊരു സ്ഥലം ഇവിടുത്തെ ഗ്രാമങ്ങളാണ് കേട്ടോ. ഗ്രാമങ്ങളിൽ ഞങ്ങളിടയ്ക്ക് വണ്ടിയായിട്ടൊക്കെ പോവാറുണ്ട്. സുൽഫി അങ്ങനെയുള്ള വഴിക്കൊക്കെ വണ്ടിയും കൊണ്ട് പോയിട്ട് ഗ്രാമങ്ങൾ കാണിച്ചു തരും. ഏതൊക്കെ ഗ്രാമങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ? ഇവിടെ പ്രധാനപ്പെട്ട ഗ്രാമം എന്താണ് ഓന്നൂർപ്പള്ളം പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തൊരു ഗ്രാമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നണ്ടങ്ങാടിൻ്റെ അടുത്ത് ഒരു ആദിവാസി കോളനി ഉണ്ട്. അവിടെയൊക്കെ നല്ല മനോഹരമായ ഗ്രാമങ്ങളുണ്ട്. കുറെ ഗ്രാമങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളൊന്നും ഇല്ല. അതെ അതെ സുൽഫി ഇത് വെറുതെ പറയുന്നില്ലാട്ടാ. കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അല്ലേ?
ഫുള്ള് ഫ്രീ. നോങ്കിടുന്ന സമയത്ത് വന്നാൽ ഫുള്ള് നോങ്ക് ഫ്രീ. നമ്മുടെ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് വേണ്ട വെച്ചിട്ട് അമ്മ അവർക്ക് വേണ്ടിയിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. അയ്യോ അത് കേട്ടില്ല, അതൊന്നും കൂടി പറഞ്ഞ. നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലേ അപ്പോൾ അവർക്ക് ഒഴിവുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മ കൊണ്ടുപോയി അവർക്ക് വേണ്ട നോങ്ക് നമ്മൾ ഫ്രീ ആയിട്ട് വെട്ടി കൊടുക്കുകയാണ് പറയാം. ആ ശരി, അത് നമ്മുടെ സുൽപ്പീര വാക്കാണ്. നമുക്ക് ആ സുൽപ്പീര അതിനെല്ലാവരും തയ്യാറാണ്. തിരിയല്ലേ സുൽപ്പിയ? ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ഓൺ ചെയ്യാം ക്യാമറ. പിന്നെ ഓട്ടങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ കമ്പനിയിൽ പുതിയ വണ്ടി എടുക്കുന്നത് കാരണം പറഞ്ഞേ 2 യൂണിറ്റിന്റെ വണ്ടിയാ. ഇനിയൊന്നും വണ്ടി എടുക്കില്ല. ഞാൻ പറഞ്ഞു നീ ഏത് വണ്ടിക്കും പോണ്ട, നീ വലിയാടുന്ന ഒരു യൂണിറ്റ് വണ്ടി ഓട്ടാൻ കയ്യിലാകത്താണ്. പിന്നെ ഇതാണ് ഓഫാക്കി. എന്തേ